ഈ വർഷത്തിൽ ഏറ്റവും അവസാനത്തിലാണ് മറിയക്കുട്ടി ചേട്ടത്തിയുടെ പോരാട്ടവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നതും അത് വലിയ വാർത്തയാകുന്നു. അടുത്ത വർഷത്തെ പ്ലാൻ എന്താ? അടുത്ത വർഷത്തെ പ്ലാൻ ഈ രീതിയിലാണ് ഇനിയും പോകും. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അത് ജയിക്കുന്നോടെ അതിപ്പോൾ മൊത്തം പെൻഷനും കൊടുത്തിട്ടില്ല. ആൾക്കാർക്ക് ഒരു മാസം കൊടുത്തോളൂ. ഇത്ര നാളും കേന്ദ്രം കൊടുക്കുന്നില്ല, കൊടുത്തപ്പോഴും തന്നില്ല ഒരു മാസം. അപ്പം ഇവരുടെ വിധം തന്നെ ഇത് കേന്ദ്രത്തിൻ്റെ വന്നു, ഇവരുടെ വിധം ആർക്കും കൊടുത്തില്ല. പോരാട്ടക്കാരന് 2 മാസത്തെ പെൻഷൻ കിട്ടിയില്ലേ? ആദ്യം ആ ചട്ടി കൊണ്ട് ഇറങ്ങി ഒരെണ്ണമൊന്നും കിട്ടിയില്ല, പിന്നെ ഒന്നാൾ കിട്ടാണ്ട് കിട്ടി. അന്നേരം എത്ര മാസമായിരുന്നു? ഒരു 6.5 മാസം. ഈ 2 മാസം വരുമ്പോൾ ഇനി 4.5 ഇനി 4.5 മാസമുണ്ട്. ഈ സർക്കാരിനെതിരെയുള്ള വിമർശനം ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ അടുത്ത വർഷവും? അല്ല, ഇവരിങ്ങനെ പോയിട്ടില്ലേ? ഇവരിങ്ങനെ പോയിട്ടുണ്ടോ? ഇവരനങ്ങായിരുന്നിട്ടോ? നിരപരാധിയായിട്ടിരിക്കണ മനുഷ്യനെ ക്രൂശിച്ച ആൾക്കാരില്ലേ? അപ്പം അവർക്ക് അനങ്ങാതിരിക്കാൻ പറയാനുള്ള പവർ അവർക്കുണ്ടോ? ഉണ്ടോ? അവരെന്നാ കാട്ടിയ പണ്ട് അതിൽ നടക്കണ പെണ്ണുങ്ങളെയും കൊണ്ടുവന്ന് എന്തെല്ലാം അറിയാത്ത വായും മനസ്സും പെണ്ണുങ്ങൾക്ക് 10-15 ലക്ഷം കൊടുത്ത് പറയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അറിഞ്ഞില്ല, ഞാൻ ആർക്കും ലക്ഷങ്ങളും വരുത്തില്ല. അപ്പം ഞാൻ ചോദിക്കണത് അർമ്മക്കാർ വരെ എൻ്റെ പാത്രത്തിൽ കാശിട്ടു, 2 കണ്ണുമില്ലാത്തവർ. അത് ഇവർക്ക് പറയാനാണോണ്ടോ? അവർ നന്നായ ചേട്ടത്തി വിമർശനം. അവർ നന്നായാൽ നന്നാവും. അവർ നന്നാണെങ്കിൽ ചെയ്തൊക്കെ പറയാതൊന്നും പറ്റിയല്ല. ഇനി ഇവർ ഇറങ്ങി പോകണമെങ്കിൽ ഈ കുടം ഈ ഖജനാവ് കുളമാക്കിയിട്ടുണ്ട്, അതൊക്കെ നടത്താൻ പോകാൻ പറ്റുക. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പ്ലാനും ഉണ്ടോ? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണേണ്ട കാര്യം പറയും, അല്ല പ്രത്യേകം നേതാവ് കളിക്കാൻ പോകുന്നില്ല. പിന്നെ ഇപ്പം ഞാൻ സുരേഷ് ഗോപിയുടെ അടുത്ത് പോയി, ഇവർ BJP പോയെന്ന് പറഞ്ഞു. ഞാൻ അന്ന് ഇറങ്ങി ഉണ്ടായി ഒഴിച്ച് ഏത് പട്ടി വിളിച്ചാലും ഞാൻ പോകുന്നു അന്നേ പറഞ്ഞേക്കണതാ. അത് തുടങ്ങിയിട്ടും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായി ഞാൻ വിളിച്ചേച്ചും പറഞ്ഞത് നിൻ്റെ ഇല്ലാന്ന്. അപ്പൊ BJPയുടെ പരിപാടിക്ക് അല്ല സുരേഷ് ഗോപിയോടാണ് താല്പര്യം അല്ലേ? താല്പര്യം. ആ സുരേഷ് ഗോപിയോടുള്ള താല്പര്യം ഞാൻ സുരേഷ് ഗോപി എപ്പോൾ വിളിച്ചാലും പോയി. അപ്പൊ ഈ അടുത്ത വർഷവും ഈ പ്രദേശത്തെ മജിസ്ട്രേറ്റ് ആയിട്ട് അതിനിപ്പോൾ അങ്ങനെ മരണം വരെ ഉണ്ടാവുള്ളൂ. ഇനി ആ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. അത് ആ പേര് വീണു പോയില്ലേ, ഞാൻ അങ്ങോട്ട് പോകുന്നോടും വരെ ഉണ്ടാവും. അത് മായാൻ പോകുന്നില്ല. എന്തായാലും അടുത്ത വർഷവും പുതുവത്സരത്തിലും മറിയക്കുട്ടി ചേട്ടത്തി ഇങ്ങനെ ഒരു ഫയർ ബാൻഡായി തുടരും. ഇതേപോലെയുള്ള കടുത്ത വിമർശനങ്ങൾ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ ചോദിക്കണം. കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജൈനസ് രാജു, മാതൃഭൂമി.